ആകാശിനെ തെരഞ്ഞു പാറയുടെ പടിഞ്ഞാറ് ചെരുവിന്റെ താഴെ എത്തുമ്പോൾ ഒരു നേരിയ ശബ്ദം കേട്ട് ശ്രീകുട്ടി കാതോർത്തു. ഒരു തണലിൽ നിന്നെന്ന പോലെ ഒരു സ്വരം. അത് ആകാശത്തേതാണ്. രമേഷ് സാർ, രമേഷ് സാർ എന്ന് വിളിക്കുകയാണ്. ശ്രീകുട്ടി രമേഷ് സാറിനോട് വിവരം പറഞ്ഞു. ആ സ്വരം അവർ വളരെ ശ്രദ്ധാപൂർവം പിന്തുടർന്നു. ഭൂമിക്കടിയിൽ നിന്നാണ് സ്വരം കേൾക്കുന്നത്. അതാ ആ ചെരുവിലായി ഒരു ഗുഹ. ഗുഹയുടെ ഭാവട്ടത്തിൽ എത്തി രമേശ് സാറിന്റെ കാലുകൾ താഴെ കെട്ടിയിരുന്നു. സാർ ബാഗിൽ നിന്ന് ടോർച്ചെടുത്ത് ശ്രീകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഇത് താഴോട്ടടിച്ചു തരണം എന്ന് പറഞ്ഞു. സാർ ഗുഹയ്ക്കുള്ളിലേക്ക് മെല്ലെ ഇറങ്ങി. കുട്ടികളെല്ലാവരും ആകാംക്ഷയോടെ പുറത്തു നിന്നു. ഗുഹയ്ക്ക് 1.5 അടി പൊക്കമുണ്ട്. താഴെ നിൽക്കുന്ന ആകാശ് സാറിനെ കണ്ട് പൊട്ടിക്കരഞ്ഞു. അയ്യോ സാർ, അബദ്ധം പറ്റിപ്പോയി. ഒരു ഉരുണ്ട കല്ല് കണ്ട് ഞാനത് ഉരുട്ടി മാറ്റി നോക്കിയപ്പോൾ ഈ ഗുഹ എന്താണെന്നാണ് ഞാൻ ഇതിലോട്ട് ഓർമ്മയാണ്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ കയറാൻ പറ്റുന്നില്ല സാർ. ആകാശ് സാറിനെ കെട്ടിപ്പിടിച്ചു കിടന്നു. ആർക്കെങ്കിലും മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു സീൻ ഓർമ്മ വന്നു? ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഒരു മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു ടച്ചൊക്കെ കിട്ടിട്ടോ. ആരൊക്കെ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് കമന്റ് ചെയ്യട്ടോ. ഇത്രയും സീരിയസ് ആയിട്ടൊരു ബുക്കൊക്കെ എഴുതാന്ന് പറഞ്ഞാൽ അതൊരു ആ ഒരു രചയിതാവിന്റെ ഒരു വേറിട്ടൊരു ആശയായിരിക്കില്ലേ? കാരണം ഇത് എഴുതിയിരിക്കുന്ന രചയിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അവരുടെ പേര് ഡോക്ടർ ബി സന്ധ്യ എന്നാണ്. ഡോക്ടർ ബി സന്ധ്യ രചിച്ച ആറ്റക്കിളിക്കുന്നിലെ അത്ഭുതങ്ങൾ എന്ന പുസ്തകത്തെ കുറിച്ചാണ് ഇന്ന് നാം പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഈ ഒരു സന്ദർഭം വളരെ ഒരു സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വ്യത്യസ്തമായിട്ടൊരു ആശയമാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും സീരിയസ് ആയിട്ടൊരു ഭാഷായിട്ട് എഴുതാന്ന് വെച്ചാൽ, പക്ഷെ നമുക്കതൊരു അധികം പേടിപ്പെടുത്തുന്നില്ല, നമുക്കൊരു ത്രില്ലും ഉണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പോ ഇത് അങ്ങനത്തെ ഒരു പുസ്തകമാണ്. ആറ്റക്കിളിക്കുന്നിലെ അത്ഭുതങ്ങൾ ഒട്ടേറെ ഉണ്ടോ. കാരണം ഒരുപാട് അത്ഭുതങ്ങൾ അതിൽ പറയാനുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലത്തെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൊത്തം മലിനമായി കിടക്കണം. ഈ ജലാശയങ്ങൾ, അതിൽ മൊത്തം പ്ലാസ്റ്റിക്കും പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവര് എന്താ ചെയ്യുന്ന വെച്ചാൽ, വേസ്റ്റ് ഇത് ഇടുകയാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ എടുത്തേക്കണ അങ്ങനത്തെ ഒരു രീതിയാണ് ഈ ആറ്റക്കിളിക്കുന്നിലത്തെ ആൾക്കാർക്കുള്ളത്. അപ്പൊ ആറ്റക്കിളിക്കുന്ന് തന്നെയാണ് ഇതിലത്തെ ഒരു മെയിൻ സ്ഥലം. ആറ്റക്കിളിക്കുന്നില് ഒരു മലക്കേട്ടാണ്. അവിടെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ബാക്കിയുള്ള കഥകളിൽ ഞാൻ പറയാണ്ട് രസകരമായ കാര്യങ്ങൾ, പക്ഷെ ഇതിൽ അങ്ങനെ പറയാൻ പറ്റില്ല. വളരെ നമുക്ക് അത്ഭുതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഞാന് അച്ഛനോട് ചോദിച്ചു നോക്കി, എന്തായാലും ഇതൊരു IPS ആണല്ലോ, അത് പോലീസ് ഉദ്യോഗസ്ഥയാണല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കി. കാരണം അച്ഛനൊരു റിട്ടയർഡ് പോലീസാണ്. അപ്പൊ അച്ഛനോട് ഈ ഡോക്ടർ ബി സന്ധ്യനെ അറിയോന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനെ അറിയാം, അച്ഛന്റെ ഒരു മെയിൻ ഓഫീസറൊക്കെ ആയിരുന്നെന്ന് അച്ഛൻ പറഞ്ഞു തന്നു. കൂടാതെ ഇതൊരു പ്രശസ്ത പോലീസ് ഉദ്യോഗസ്ഥയാണെന്നും എനിക്ക് അച്ഛൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ആകാംക്ഷയും അത്ഭുതങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഇനി എന്തൊക്കെ ത്രില്ലായിട്ട് ഉണ്ടാവും വെച്ചാൽ അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, ഇൻവെസ്റ്റിഗേഷൻ സിനിമയൊക്കെ കാണില്ലേ, അതിലത്തെ പോലെയായിരുന്നു ഇതില്. പിന്നെ മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഒരു ഇതൊക്കെ വന്നപ്പോൾ ഇതുണ്ടായിരുന്നു കേട്ടോ വായിക്കാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കുക. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാഷണൽ ബുക്ക് സ്റ്റാൾ ആണ്. ഈ പുസ്തകത്തിന്റെ വില 50 രൂപയാണ്. ഈ പുസ്തകത്തിന് 55 പേജുകളാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കുക.